എല്ലാവർക്കും ബ്രില്യൻസ് PSCയിലേക്ക് സ്വാഗതം. ഞാൻ ഷാനി. നാളെ നടക്കാൻ പോകുന്ന ഒന്നാം ഘട്ട ഡിഗ്രി പ്രിലിംസിന് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. നാളെ എക്സാം എഴുതുന്നതിന് മുൻപായി എല്ലാവരും കണ്ടിരിക്കേണ്ട കറണ്ട് അഫെയർ ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങളും ഒരു കുടക്കീഴിലാക്കിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിർബന്ധമായും എല്ലാവരും എക്സാം എഴുതുന്നതിൻ്റെ മുൻപായിട്ട് ഈ ക്ലാസ് മുഴുവൻ കാണാൻ ശ്രമിക്കുക. 2025 പത്മ പുരസ്കാരങ്ങൾ. 2025 139 പേർക്കാണ് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. അതിൽ പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത് 7 പേർക്കാണ്. 7 പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ വ്യക്തി ദുംബൂർ നാഗേശ്വര റെഡ്ഡി. ദുംബൂർ നാഗേശ്വര റെഡ്ഡിക്ക് മെഡിസിൻ വിഭാഗത്തിലാണ് പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത്. രണ്ടാമത് ജഗദീഷ് സിംഗ് ഗഹാൻ. ജഗദീഷ് സിംഗ് ഗഹാന് പബ്ലിക് അഫയേഴ്സ് വിഭാഗത്തിലാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. നെക്സ്റ്റ് കുമുദിനി രജനീകാന്ത് ലഖിയ. കുമുദിനി രജനീകാന്ത് ലഖിയയ്ക്ക് ആർട്സ് വിഭാഗത്തിലാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. 4 ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം. ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യത്തിനും ആർട്സ് വിഭാഗത്തിലാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. 5 MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായർ സാഹിത്യം ആൻഡ് വിദ്യാഭ്യാസ മേഖലയിലാണ് MT വാസുദേവൻ നായർക്ക് ലഭിച്ചത്. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. പത്മവിഭൂഷൺ ലഭിച്ച മലയാളിയും കൂടിയാണ് ആര്? MT വാസുദേവൻ നായർ. 6 ഒസാമോ സുസൂക്കിക്ക് വാണിജ്യം ആൻഡ് വ്യവസായം. അദ്ദേഹത്തിനും മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. അടുത്തത് ശാരദ സിൻഹ. 7ാമതായിട്ട് പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത് ശാരദ സിൻഹയ്ക്കാണ്. അവർക്ക് ആർട്സ് വിഭാഗത്തിലാണ് ലഭിച്ചിരിക്കുന്നതും ശാരദ സിൻഹയ്ക്കും മരണാനന്തര ബഹുമതിയായിട്ടാണ് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് പത്മഭൂഷൺ. പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നത് 19 പേർക്കാണ്. ഈ 19 പേരെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ 19 പേരിൽ 2 പേര് മലയാളികളാണ്. ഒന്ന് ജോസ് ചാക്കോ പെരിയപുരം, 2 PR ശ്രീജേഷ്. ഇവർക്ക് 2 പേർക്കുമാണ് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നത്. അടുത്തത് പത്മശ്രീയാണ്. പത്മശ്രീ ലഭിച്ചിരിക്കുന്നത് ടോട്ടൽ 113 പേർക്കാണ്. 113 പേർക്ക് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അതിൽ 113 പേരെ നമ്മൾ നോക്കുന്നില്ല. 2 മലയാളികളുണ്ട്. ഒന്ന് IM വിജയൻ, ഒന്ന് ഓമനക്കുട്ടിയമ്മ. പിന്നെ നമ്മുടെ ശോഭനയ്ക്കും എന്ത് ലഭിച്ചിട്ടുണ്ട്? പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ ലഭിച്ചിട്ടുള്ള വ്യക്തികളാണ് IM വിജയൻ, ഓമനക്കുട്ടിയമ്മ, അതുപോലെ തന്നെ ശോഭന. അടുത്തതായിട്ട് 59ാമത് ജ്ഞാനപീഠം പുരസ്കാര ജേതാവ്. 59ാമത് ജ്ഞാനപീഠം പുരസ്കാര ജേതാവാണ് വിനോദ് കുമാർ ശുക്ല. വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് 2025 59ാമത് ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ നിന്നും ജ്ഞാനപീഠം ലഭിച്ചിരിക്കുന്ന ആദ്യ വ്യക്തിയും കൂടിയാണ് വിനോദ് കുമാർ ശുക്ല. ഛത്തീസ്ഗഡുകാരനാണ്. ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠം ലഭിച്ച ആദ്യത്തെ വ്യക്തിയാണ് വിനോദ് കുമാർ ശുക്ല. 2025 30ാമത് സരസ്വതി സമ്മാനം ലഭിച്ചിരിക്കുന്നത് മഹോപാധ്യായ സാധു ഭദ്രേശദാസ്. 2025 30ാമത് സരസ്വതി സമ്മാനം ലഭിച്ചിരിക്കുന്നത് മഹാമഹോപാധ്യായ സാധു ഭദ്രേശദാസ്. 2025 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഉപമന്യു ചാറ്റർജിക്കാണ്. JCB സാഹിത്യ പുരസ്കാര ജേതാവ് ഉപമന്യു ചാറ്റർജി. JCB ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? ഉപമന്യു ചാറ്റർജി. 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് NS മാധവൻ. 32ാമത് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് NS മാധവനാണ്. 48ാമത് വയലാർ അവാർഡ്. 48ാമത് വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്
അശോകൻ ചെരുവിലിനാണ് 48ാമത് വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് കാട്ടൂർ കടവാണ് അശോകൻ ചെരുവിലിൻ്റെ കൃതി. 54ാമത് ഓടക്കുഴൽ പുരസ്കാരം കെ അരവിന്ദൻ. 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കെ അരവിന്ദനാണ്. അടുത്തത് 25ാമത് പത്മപ്രഭ പുരസ്കാരം. 25ാമത് പത്മപ്രഭ പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദിനാണ് 25ാമത് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 17ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പി എൻ ഗോപികൃഷ്ണൻ്റെ കൃതിയാണ് കവിത മാംസഭോജിയാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുരസ്കാരമാണ് ബഷീർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പി എൻ ഗോപികൃഷ്ണൻ, കൃതി കവിത മാംസഭോജിയാണ്. മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ 3ാമത് സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എം വി ജനാർദ്ദനനാണ്. മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ 3ാമത് സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എം വി ജനാർദ്ദനൻ്റെ കൃതിയാണ് പെരുമലയൻ എന്ന കൃതിക്കാണ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത വേറൊരു മലയാറ്റൂർ പുരസ്കാരമാണ് മലയാറ്റൂർ ട്രസ്റ്റ് നൽകുന്ന പുരസ്കാരമാണിത്. മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ 17ാമത് മലയാറ്റൂർ അവാർഡ് ജേതാവ് സാറ ജോസഫാണ്. മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ 17ാമത് മലയാറ്റൂർ അവാർഡ് സാറ ജോസഫിൻ്റെ കൃതി എസ്തർ എന്ന കൃതിക്കാണ് സാറ ജോസഫിന് മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ 17ാമത് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. 2024 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് റഫീഖ് അഹമ്മദിന്. അതുപോലെ 2024 ചെറുകാട് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് നമ്മുടെ നടൻ ഇന്ദ്രൻസിനാണ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഇന്ദ്രധനുസ് എന്ന കൃതിക്കാണ് ഇന്ദ്രൻസിന് ചെറുകാട് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 2024 ജ്ഞാനപ്പാന പുരസ്കാരം രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ് 2024 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അതുപോലെ 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ്. മറക്കരുത്, കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കാണ് 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 2024 തകഴി പുരസ്കാര ജേതാവ് എം കെ സാനുവിനാണ് 2024 തകഴി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് 97ാമത് ഓസ്കാർ പുരസ്കാരം. 2025 കൊടുത്ത 97ാമത് ഓസ്കാർ പുരസ്കാരം. 2025 പ്രഖ്യാപിച്ച ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച ചിത്രം അനോറ എന്ന ചിത്രത്തിന് 5 ഓസ്കാറുകൾ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മികച്ച ചിത്രം അനോറയാണ്. മികച്ച സംവിധായകൻ ഷോൺ ബേക്കറിന് മികച്ച സംവിധായകനുള്ള ഓസ്കാർ ലഭിച്ചത് അനോറ എന്ന ചിത്രത്തിൻ്റെ സംവിധാനത്തിനാണ്. അപ്പോൾ മികച്ച ചിത്രം അനോറയാണ്. അനോറയുടെ സംവിധാനം ചെയ്തതിനാണ് നമ്മുടെ ഷോൺ ബേക്കറിന് ഓസ്കാർ ലഭിച്ചിരിക്കുന്നത്. മികച്ച നടി മൈക്കി മാഡിസൻ്റെ സിനിമ എന്ന് പറയുന്നത് അനോറയാണ്. മികച്ച നടൻ അഡ്രിയാൻ ബ്രോഡിയുടെ അഭിനയിച്ച ഫിലിം എന്ന് പറയുന്നത് ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് മികച്ച നടനുള്ള ഓസ്കാർ അഡ്രിയാൻ ബ്രോഡിക്ക് ലഭിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം. 2025 പ്രഖ്യാപിച്ച 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ഡ്രാമ വിഭാഗത്തിലെ മികച്ച ചിത്രം എന്ന് പറയുന്നത് ദ ബ്രൂട്ടലിസ്റ്റിനാണ് ഡ്രാമ വിഭാഗത്തിൽ മികച്ച ചിത്രത്തിനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അടുത്തത് കോമഡി വിഭാഗം. ഗോൾഡൻ ഗ്ലോബ് കോമഡി വിഭാഗം മികച്ച സിനിമ എമിലിയ പരേസ എന്ന സിനിമയ്ക്കാണ് മികച്ച കോമഡി വിഭാഗത്തിന് ലഭിച്ച
കോമഡി വിഭാഗത്തിന് പുരസ്കാരം ലഭിച്ച സിനിമയാണ് എമിലിയ പരേസ. മികച്ച നടൻ അഡ്രിയാൻ ബ്രോഡിയാണ്. ഡ്രാമ വിഭാഗത്തിലെ മികച്ച നടൻ അഡ്രിയാൻ ബ്രോഡി. മികച്ച നടൻ സെബാസ്റ്റ്യൻ സ്റ്റാൻ. കോമഡി വിഭാഗം ഡ്രാമ വിഭാഗത്തിൽ അഡ്രിയാൻ ബ്രോഡിയും കോമഡി വിഭാഗത്തിൽ സെബാസ്റ്റ്യൻ സ്റ്റാനാണ്. മികച്ച നടി ഫെർണാണ്ട ടോറസ്. മികച്ച നടി ഫെർണാണ്ട ടോറസ് ആണ് ഡ്രാമ വിഭാഗം. നെക്സ്റ്റ് ദേശീയ തല പദവികൾ. എല്ലാവരും നമുക്ക് ഒരുപാട് പദവികൾ ഇപ്പോൾ കുറേ ആളുകൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും പദവികളൊക്കെ നോക്കിയിട്ടേ പോകാവൂ. അപ്പോൾ നമുക്ക് ദേശീയ തലത്തിലെ പദവികൾ നോക്കാം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി. ഗവർണർ ISRO ചെയർമാൻ സഞ്ജയ് മൽഹോത്ര. ചെയർമാൻ സഞ്ജയ് മൽഹോത്രയാണ്. അതുപോലെ ദേശീയ മനുഷ്യാവകാശ മാറിപ്പോയി. അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി. നമ്മുടെ RBI ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്രയാണ് RBI ഗവർണർ. ISRO ചെയർമാൻ V നാരായണൻ. 11ാമത് ISROയുടെ ചെയർമാനാണ് V നാരായണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആരാന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യം. ദേശീയ വിവരാവകാശ കമ്മീഷൻ ഹീരാലാൽ സമരിയ. 12ാമത്തെ വ്യക്തിയാണ് ഹീരാലാൽ സമരിയ. ദേശീയ വിവരാവകാശ കമ്മീഷൻ ഹീരാലാൽ സമരിയ. ദേശീയ ധനകാര്യ കമ്മീഷൻ. ദേശീയ ധനകാര്യ കമ്മീഷൻ അരവിന്ദ് പനഗരിയ. അരവിന്ദ് കനഗരിയ ആണ് ദേശീയ ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ ജ്ഞാനേഷ് കുമാർ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ ജ്ഞാനേഷ് കുമാർ. ദേശീയ വനിതാ കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷൻ വിജയ കിഷോർ രത്കറാണ്. വിജയ കിഷോർ രത്കറാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷൻ കിഷോർ മക്വാന. ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷൻ കിഷോർ മക്വാന. ദേശീയ പട്ടികവർഗ കമ്മീഷൻ അധ്യക്ഷൻ അന്തർ സിംഗ് ആര്യ. ദേശീയ പട്ടികവർഗ കമ്മീഷൻ അന്തർ സിംഗ് ആര്യ. ന്യൂനപക്ഷ കമ്മീഷൻ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഇക്ബാൽ സിംഗ് ലാൽപുര. ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. പിന്നോക്ക വിഭാഗം കമ്മീഷൻ ഹൻസ് രാജ് ഗംഗാറാം. ഹൻസ് രാജ് ഗംഗാറാമാണ് പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഇനി കേരളത്തിലെ പദവികൾ നോക്കാം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാറാണ്. നിതിൻ ജംദാർ 39ാമത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ്. മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ അലക്സാണ്ടർ തോമസ്. അലക്സാണ്ടർ തോമസ് ആണ് മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷൻ വി ഹരിനായർ. വി ഹരിനായരാണ് നമ്മുടെ വിവരാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ KV മനോജ് കുമാർ. കേരള ബാലാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ KV മനോജ് കുമാർ. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ BS മാവോജി. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ അധ്യക്ഷൻ BS മാവോജി. പിന്നോക്ക വിഭാഗ കമ്മീഷൻ. പിന്നോക്ക വിഭാഗ കമ്മീഷൻ V ശശിധരനാണ്. പിന്നോക്ക വിഭാഗ കമ്മീഷൻ V ശശിധരൻ. യുവജന കമ്മീഷൻ. യുവജന കമ്മീഷൻ M ഷാജർ. യുവജന കമ്മീഷൻ്റെ അധ്യക്ഷൻ M ഷാജർ. ധനകാര്യ കമ്മീഷൻ. ധനകാര്യ കമ്മീഷൻ KN ഹരിലാൽ. ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ KN ഹരിലാലാണ്.
ന്യൂനപക്ഷ കമ്മീഷൻ എ റഷീദ്. ന്യൂനപക്ഷ കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് എ റഷീദാണ്. വനിതാ കമ്മീഷൻ അധ്യക്ഷൻ, കേരളത്തിലെ വനിതാ കമ്മീഷൻ അധ്യക്ഷൻ പി സതീദേവി. കേരള മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാൻ. കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാനാണ്. കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ശ്രദ്ധിക്കണം, കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖേൽക്കറാണ്. കേരളത്തിലെ ചീഫ് സെക്രട്ടറി ജയ തിലക്. ജയ തിലകാണ് കേരളത്തിലെ ചീഫ് സെക്രട്ടറി ആയിട്ട് അടുത്തായി നിയമിതയായത്. കേരള അഡ്വക്കേറ്റ് ജനറൽ. കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ്. കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ് കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ. നിയമസഭാ സ്പീക്കർ. കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ. കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറാണ്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. കേരള നിയമസഭാ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ. കേരള നിയമസഭാ സെക്രട്ടറി എൻ കൃഷ്ണകുമാറാണ് കേരള നിയമസഭാ സെക്രട്ടറി. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ്. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് OAൻ്റെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ് കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ. കേരള ലോകായുക്ത എൻ അനിൽകുമാർ. കേരള ലോകായുക്ത എൻ അനിൽകുമാറാണ്. ഇന്ത്യയിലെ 58ാമത് കടുവാ സങ്കേതം. ഇന്ത്യയിലെ 58ാമത് കടുവാ സങ്കേതം മാധവ് ദേശീയ ഉദ്യാനം. മാധവ് ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. ശ്രദ്ധിക്കണം, ഇന്ത്യയിലെ 58ാമത് കടുവാ സങ്കേതം മാധവ് ദേശീയ ഉദ്യാനം, മധ്യപ്രദേശ്. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളമാണ്. ഇരവികുളത്താണ് ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയ ഉദ്യാനം. ISROയുടെ 2ാമത്തെ ബഹിരാകാശ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കുലശേഖരപട്ടണം. ISROയുടെ 2ാമത്തെ ബഹിരാകാശ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കുലശേഖരപട്ടണം. 2024 ഫോക്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രാദേശിക ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്ക്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കണം. എല്ലാവർക്കും നല്ല രീതിയിൽ നാളത്തെ എക്സാം എഴുതാൻ പറ്റട്ടെ. വീണ്ടും വിജയാശംസകൾ നേരുന്നു.